ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 5ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്നെന്ന് വെച്ചാൽ നമ്മളുള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഇവിടുന്ന് ബായി പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് എവിടെയാണെന്ന് എത്തുകയെന്നറിയില്ല. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മളെ യാത്രയിൽ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെയും കറങ്ങുന്നുണ്ട്. പിന്നെ കറങ്ങാതെ പോകാനും പറ്റില്ലല്ലോ, ബോറടിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് എവിടെയും ഇതുവരെ ഞങ്ങളങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. പോകുന്ന വഴിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൊൽക്കത്ത നമുക്ക് എങ്ങനെയെങ്കിലും എത്തണം. പക്ഷേ എത്ര ദിവസം കൊണ്ട് എത്തുന്നില്ല. അപ്പോൾ ഇന്ന് എവിടെ എത്തുന്നത് വെച്ചാൽ നമുക്ക് കാണാം. അതിനിപ്പോൾ ചായ പിടിക്കാം കേട്ടോ. ഇവിടുത്തെ ഗ്ലാസ്സിന് പ്രത്യേകമായിട്ട് അടച്ചു വെച്ച ഗ്ലാസ്സാണ് കേട്ടോ. അടച്ചു വെക്കാൻ പറ്റുന്ന ഗ്ലാസ്സാണ്. ഇത് ഇവിടുത്തെ ചായ ഗ്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അടച്ചു വെക്കാൻ പറ്റുന്ന ഗ്ലാസ്സാണ്. കണ്ടടാ, അരുണാചൽ പ്രദേശിലെ ചായ ഗ്ലാസ്സിന് നമ്മളെ നാട്ടിൽ നിന്ന് ചായ ഗ്ലാസ്സുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ 6ാമത്തെ ദിവസം ഇതാ കേരളീയനായി മാറി. ഇപ്പൊ നമ്മൾ അടച്ചു വെച്ച ചായ തുറന്നിട്ട് കുടിക്കാൻ പോവാന്ന്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടാ. 5ാമത്തെ ദിവസം റൂം കാലിയാക്കിയതാ. ലഗേജെല്ലാം ലോഡ് ചെയ്ത് പിന്നെയും നമ്മുടെ യാത്ര. ഇതാ അടുത്ത കാറിന് കാണിക്കട്ടെ. അത് ഞാൻ വെച്ചില്ലേ അങ്ങോട്ടേക്ക്. അയ്യോ, അതാ കാറ് വൃത്തിയാക്കി കഴിഞ്ഞു. ആ മാലക്ക് എന്താ പ്രത്യേകത? ഇതാണ് ബോധി വൃക്ഷത്തിന്റെ മണിയുള്ള മാല. രുദ്രാക്ഷല്ലേ? രുദ്രാക്ഷല്ലേ, this is something different. ബോധി സീഡ്സ്. ബോധി സീഡ്സ്. ഓക്കെ. അപ്പൊ ഇവരേതാ പ്രത്യേകത ഉണ്ട്. ഇതല്ല 108 കൗണ്ട്സ് ആണ്. അപ്പൊ നമ്മളിതാ ബംഗാളിലെത്തി. ബംഗാളിൽ മഴയത്ത് കുട പോലും ഇല്ലാണ്ട് ഞങ്ങൾ പെരുമഴ. മഴ. ഏതായാലും ഇതാ 5ാമത്തെ ദിവസം നമ്മൾ ബംഗാളിലെത്തി. റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഡിന്നർ. ഡേ 5 നമുക്കൊരു ഹോം സ്റ്റേ ആയിട്ടുള്ളത്. അടിപൊളി, നല്ല വീട് പോലെ തന്നെ ഉണ്ട്. കിച്ചണൊക്കെ ഉണ്ട്. പക്ഷെ രാവിലെ ഇടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം. വന്ന് കുളിച്ച് ഡിന്നർ ആക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഡേ 6 വിശേഷങ്ങളും